കോളേജ് ഹോസ്റ്റലിലെ ഉച്ചഭക്ഷണത്തിൽ പുഴുവിനെ കണ്ടെത്തി. പൊന്നാനി MES കോളേജിലെ വനിതാ ഹോസ്റ്റലിലാണ് സംഭവമുണ്ടായത്. ഊണിൽ നിന്നാണ് 3 വിദ്യാർത്ഥികൾക്ക് പുഴുവിനെ ലഭിച്ചത്. മാസങ്ങൾ മുൻപ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഭക്ഷ്യവിഷബാധ മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലമാണ്. വീണ്ടും അവിടെ ഒട്ടും ശ്രദ്ധയില്ലാതെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്, വിളമ്പുന്നത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇതുമായി ബന്ധപ്പെട്ട് എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ലക്ഷ്മി, ഇന്ന് ഉച്ചയ്ക്കാണ് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച ഉച്ചഭക്ഷണത്തിൽ പുഴുക്കളെ വിദ്യാർത്ഥികൾക്ക് കിട്ടിയത്. ഊണിൽ നിന്നാണ് 3 വിദ്യാർത്ഥികൾക്ക് പുഴു ലഭിച്ചത്. പൊന്നാനി MES കോളേജിലെ വനിതാ ഹോസ്റ്റലിലാണ് സംഭവം. ഈ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ചില വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. അതേസമയത്ത് തന്നെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അടക്കം വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് കോളേജ് അധികൃതരോട് പരാതി പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു വേണ്ട വിധത്തിലുള്ള ഇടപെടൽ കോളേജ് അധികൃതർ നടത്തിയില്ലെന്നുള്ള ഒരു ആരോപണം വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉന്നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും ഈ ഒരു കാര്യത്തിൽ കാര്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള ആരോപണവും ഈ രണ്ടു കൂട്ടരുടെയും ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇതിനെ തുടർന്നാണ് ഇപ്പോൾ മാസങ്ങൾക്ക് ശേഷം വീണ്ടും ഇത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിൽ ഊണിൽ നിന്ന് പുഴു ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും പ്രതിഷേധം കനപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തീരുമാനം. ഔദ്യോഗികമായി പരാതി നൽകാനുള്ള ഒരു തീരുമാനത്തിലാണ് വിദ്യാർത്ഥികൾ. ശരി, ആനന്ദാണ് വിവരങ്ങൾ നൽകിയത്.